കാരണം നമ്മളെല്ലാവരെയും, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഈ ഭൂമി എന്ന ഈ ഒരു ഗോളത്തിൽ അള്ളാഹു ഒന്നിച്ചയച്ചത് പരസ്പരം ഒരു പരീക്ഷണ വസ്തുക്കളായിട്ടാണ്. ഈ ഗാലക്സിയിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട് അല്ലേ? ഒരു എത്രയോ ബില്യൺ ഗാലക്സി ഉണ്ട്. ഒരു ഗാലക്സീൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒരു നക്ഷത്രം മാത്രമാണ് ഭൂമി. അള്ളാഹുവിന് വേണമെങ്കിൽ ഓരോ പ്ലാനറ്റിൽ ഓരോ മനുഷ്യരെ ഉണ്ടാക്കായിരുന്നു. ഇപ്പോൾ ഒരു ഭൂമിയിൽ ഒരാൾ വെച്ച് അള്ളാഹുവിന് ഉണ്ടായിക്കൂടെ? എന്നിട്ട് അയാൾ ആ ഭൂമിയിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവൻ്റെ ടെസ്റ്റ് അതാണ്. അല്ല, അതിനല്ല അള്ളാഹു പഠിച്ചത്. അള്ളാഹു ഈ ഭൂമിയിലേക്ക് എല്ലാവരും ഒന്നിച്ചയച്ചത് എല്ലാ ജനങ്ങളും പരസ്പരം ഒരു പരീക്ഷണ വസ്തുവാണ്. അതിലൂടെ അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ ഹക്കും വീട്ടുക എന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ അറിയുന്ന ഒരു ബാബാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെയും അറിയുക എന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ അയക്കുന്ന, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരും എനിക്കൊരു പരീക്ഷണ വസ്തുവാണ്. ഞാൻ ആ മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നത് അത് എൻ്റെ ടെസ്റ്റാണ്. ആ മനുഷ്യൻ എന്നോട് എങ്ങനെ പെരുമാറുന്നത് അത് അവൻ്റെ ടെസ്റ്റാണ്. ഞാൻ കല്യാണം കഴിക്കുന്നത്, എൻ്റെ ഭാര്യ മക്കൾ ഒക്കെ എനിക്കൊരു പരീക്ഷണമാണ്. ഞാൻ എങ്ങനെയാണ് അവരെ പെരുമാറുന്നത് ഇതും എനിക്ക് അവരോടുള്ള ഹക്കാണ്. ഇതിനും എന്നോട് ചോദ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒരു മുഹ്സിനാവുക, ഒരു ഇഹ്സാൻ സ്റ്റേറ്റ് എത്തുക. അല്ലാതെ അള്ളാഹുവിനോട് മാത്രം ഉഷാറായി അള്ളാഹുവിൻ്റെ ഹക്കൊക്കെ വീട്ടി, ഫർളലും വീട്ടി, നിസ്കാരലും വീട്ടി, പക്ഷെ ജനങ്ങളോട് വളരെ മോശമായി പെരുമാറി അവൻ ഫെയിലായി. അവൻ ഇഹ്സാൻ്റെ സ്റ്റേറ്റിലേ എത്തിയിട്ടില്ല, ഈമാൻ്റെ സ്റ്റേറ്റിലും എത്തിയിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യരൊക്കെ ഒരു സ്ഥലത്ത് അള്ളാഹു പഠിച്ചത്, ഒരു സ്ഥലത്ത് ആക്കിയത്, എന്നിലേക്ക് ഒരു മനുഷ്യനെ എന്നിലേക്ക് അള്ളാഹു അയക്കുന്നത് അത് എൻ്റെ പരീക്ഷണമാണ്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ അവനോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും അള്ളാഹു അറിയുന്നുണ്ട്. അത് എഴുതിയെടുക്കാൻ മലക്കുകളുണ്ട്. ഞാൻ അവനോട് നോക്കുന്ന ഓരോ നോട്ടവും എഴുതാൻ മലക്കുകളുണ്ട്. ഞാൻ അവനോട് കാണിക്കുന്ന ഓരോ ഇഷാര അല്ലെങ്കിൽ ആംഗ്യങ്ങളും എഴുതിയെടുക്കാൻ മലക്കുകളുണ്ട്. അപ്പോൾ എല്ലാ പ്രവർത്തികളും നമ്മൾ ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ എഴുതി വെക്കാൻ അള്ളാഹു മലക്കുകളെ നിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ടെസ്റ്റാണ്. അതാ പറഞ്ഞാൽ ഈ സൃഷ്ടികളോടുള്ള നമ്മളൊരു ഹക്കുണ്ട്. എന്ത് മൃഗങ്ങളോട് പോലും ചെടികളോട് പോലും നമ്മൾ പെരുമാറേണ്ട രീതിയുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കുമ്പോൾ ആണ് നമ്മൾ ഇഹ്സാനിലേക്ക് എത്തുക. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമ്മളെ സ്വയം നഫ്സിനെ അറിയണം, പിന്നെ അള്ളാഹുവിനെ അറിയണം, പിന്നെ അള്ളാഹു നിയമിച്ച ഈ സൃഷ്ടികളെ അറിയണം, അവരോടുള്ള ബാധ്യതകൾ അറിയണം, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അറിയണം. ഈ 2 ഇൽമും നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യതയും പിന്നെ സൃഷ്ടികളോടുള്ള ബാധ്യത. ഇത് 2ഉം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദീന് പൂർണ്ണമായി പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഫുൾ ദീനിയായി നടക്കുന്ന ഒരു മനുഷ്യൻ നിസ്കാരം മോത്തും എല്ലാം ഉണ്ട്. പക്ഷെ അവൻ ഭാര്യനോടുള്ള കടമ അവൻ വീട്ടുന്നില്ല, അല്ലെങ്കിൽ മക്കളോടുള്ള കടമ അവൻ വീട്ടുന്നില്ല. എന്നിട്ട് അവൻ ഹജ്ജിന് പോകുന്നുണ്ട്, എല്ലാ വർഷവും 5-6 ഉംറ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഭയഭക്തിയാണ്. കാര്യമില്ല. കാരണം അവൻ ദീനിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കിയില്ല. കാരണം ഫോർ എക്സാമ്പിൾ കല്യാണം ഈമാൻ്റെ ഒരു ഭാഗമാണ്. ആ കല്യാണം എന്ന ഈ ഈമാൻ്റെ ഒരു ഭാഗം നമ്മൾ ശരിക്കും അതിൻ്റെ നിയമം അനുസരിച്ച് പാലിച്ചില്ലെങ്കിൽ എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല, ഔട്ടായി. അതുപോലെ മാതാപിതാക്കളുള്ള കടമ, പിന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ, ഭാര്യ ഭർത്താവിനുള്ള കടമ, അങ്ങനെ എല്ലാ കടമകളും എല്ലാ മര്യാദകളും വ്യക്തമായി ഓരോ സ്റ്റേറ്റിലും എങ്ങനെല്ലാം പെരുമാറണം, എങ്ങനെയെല്ലാം സംസാരിക്കണം, എങ്ങനെയെല്ലാം കാര്യങ്ങൾ ബോധമുണ്ടാകണം, ഇതൊക്കെ പഠിപ്പിച്ചെന്ന ഒരു മനോഹരമായ ദീനാണ് ഇസ്ലാം. ഈ ഇസ്ലാം എന്നത് വെറും നിസ്കാരം ഓത്തും മാത്രമല്ല, ഒരുപാട് ബാധ്യതകൾ ഈ ഇസ്ലാമിലുണ്ട്. ആ ബാധ്യതകളൊക്കെ ശരിയായി കാണിച്ചെന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അതേപോലെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ രക്ഷപ്പെട്ടു, ശരിയായി. ആ ബാധ്യതകൾ പഠിക്കുന്നത് മൂലം തന്നെയാണ് നമ്മൾ ഖൽബ് ശുദ്ധിയാവുന്നതും, നമ്മൾ നല്ല അഖ്ലാഖിന് ഉടമസ്ഥരാവുന്നതും, നമ്മൾ ഇഹ്സാൻ എന്ന മഖാമിലെത്തുന്നതും. അത് തന്നെയാണ് നമ്മുടെ ദീൻ. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. ദീൻ എന്നത് ആക്ഷനാണ്, എന്ന് വെച്ചാൽ അത് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നാവുകൊണ്ട് സംസാരിച്ച് എല്ലാം തലയിൽ കയറ്റി വെക്കേണ്ടതല്ല. അതുപോലെ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് ദീൻ. എന്നാലേ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ. എന്നാലേ അത് നമ്മളൊരു വിജയമാർഗമാവുള്ളൂ. അല്ലാതെ എല്ലാം പഠിച്ചു വെച്ച് എനിക്കെല്ലാം അറിയാം പക്ഷെ പ്രവർത്തിക്കുന്നത് വേറെന്തോ എങ്കിൽ നിഫാഖിൽ പെടും, മുനാഫിക്കിങ്ങിൽ പെടും. അതല്ല ദീനെന്ന് പറഞ്ഞാൽ പഠിച്ചതുപോലെ പ്രവർത്തിക്കുക. ഒരു കാര്യം അറിഞ്ഞാൽ അത് അറിഞ്ഞതുപോലെ ജീവിതത്തിൽ പാലിക്കുക.
അള്ളാഹു എല്ലാം അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.